അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. ബദർ തീരത്തിലെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു നമ്മുടെ കേൾക്കലും പറയലും ഒരു സൽപ്രവർത്തനമാക്കി ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ദിക്റുകളും ദുആകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒറ്റ ദിവസം കൊണ്ട് അല്ലാഹു കോടീശ്വരനാക്കിയ ഒരു അത്ഭുതമായ ഒരു മനുഷ്യന്റെ കഥ, ഒരു ചരിത്രം നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് അത് അവസാനം നമ്മൾ പറയും. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായി. നമ്മളൊക്കെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി, വീട് വെക്കാൻ, മക്കളുടെ പഠനത്തിന്, മക്കളുടെ വിവാഹത്തിന് ഒരുപാട് കടങ്ങളും സാമ്പത്തികമായ ഒരുപാട് ബാധ്യതകളും ഉള്ളവരാണ്. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചാൽ അള്ളാഹു നിങ്ങളുടെ സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ഒറ്റ രാത്രി കൊണ്ട് അള്ളാഹു കോടീശ്വരനാക്കിയ ഒരു മനുഷ്യന്റെ ചരിത്രം നമുക്ക് പറയാനുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റിത്തരുമെന്ന് മഹാരഥന്മാർ മുജറബായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞ അത്ഭുതത്തിന്റെ ദിക്റാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, നമ്മൾ ഈ ദിക്റിനെ നിത്യമാക്കി ചൊല്ലിയാൽ അല്ലാഹു നമ്മുടെ സാമ്പത്തിക ശേഷി ഇങ്ങനെ ഉയർത്തിത്തരും. നാം അറിയാത്ത വഴികളിലൂടെ അല്ലാഹു സാമ്പത്തിക ഭദ്രത അല്ലാഹു നമുക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇത് പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതെന്തും ആ നാവ് ആ ദിക്റിലായി അങ്ങ് ലയിച്ചു ചേർന്നു എന്ന് കരുതുക. ഇങ്ങനെ ദിക്ർ ചൊല്ലി 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 നിങ്ങളുടെ നാവ് ആ ദിക്റിലായി അങ്ങ് ലയിച്ചു ചേർന്നാൽ നിങ്ങൾ ഏത് സ്ഥലത്തിരുന്ന് എന്ത് ചോദിച്ചാലും അല്ലാഹു നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരുന്ന അത്ഭുതത്തിന്റെ പാരമ്യതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന, നിങ്ങളൊരു ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യനായി മാറുന്ന, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തു പോകുന്ന, അല്ലാഹുവിലേക്ക് അടുത്തു നിൽക്കുന്ന ഒരു മനുഷ്യനായി നിങ്ങൾ മാറും. അത്ഭുതകരമായ ദിക്ർ. ആയ ദിക്ർ എന്നറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹ്. ഈ ദിക്ർ നമുക്കെല്ലാം സുപരിചിതമാണ്. ഈ ദിക്റിന്റെ ഞെട്ടിപ്പിക്കുന്ന 11 മഹത്വം നമുക്കിത് പതിവാക്കിയാൽ നമുക്കെന്ത് നേട്ടമുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് എന്താണ് നമുക്ക് കിട്ടുക എന്ന് വേഗത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് മനസ്സിലാക്കാം. 11 അത്ഭുതങ്ങളും ആ ഒറ്റ രാത്രി കൊണ്ട് ആ മനുഷ്യൻ കോടീശ്വരനായ ചരിത്രം നമുക്ക് പറയണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ മഹത്വം തന്നെ അള്ളാഹു നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നാണ്. നമ്മൾ ചെയ്യുന്ന എന്ത് തൊഴിലാകട്ടെ, നമ്മുടെ വരുമാന മാർഗം എന്തു ആകട്ടെ, ഹലാലായ മാർഗത്തിലൂടെ അള്ളാഹു നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി ഉയർത്തി തരുമെന്ന് മഹാരഥന്മാർ മുത്തനബി തങ്ങൾ പറഞ്ഞ കാര്യമാണ്. സാമ്പത്തിക ശേഷി അള്ളാഹു തരും. നമുക്കൊക്കെ വീടില്ലാത്തവരുണ്ട്, അതുപോലെ കടങ്ങളുള്ളവരുണ്ട്, മക്കളെ കെട്ടിക്കാൻ, വീട് വെക്കാൻ, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, അങ്ങനെ തുടങ്ങി സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരാണ് നമ്മൾ. ചൊല്ലിക്കോളീൻ ഈ ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ മുറുകെ പിടിക്കിൻ. നിങ്ങളുടെ സമ്പത്ത് അല്ലാഹു കൂട്ടിത്തരും. അപ്പൊ ഇന്ന് ചൊല്ലിയ നാളെ ഉസ്താദെ ഞാൻ ഇന്നലെയൊക്കെ ചൊല്ലിയല്ലോ, എന്നിട്ട് എന്താ ഞാൻ കോടീശ്വരനാകാത്തത് എന്ന് ചോദിക്കരുത്. നമ്മൾ മുഹീദ്ദീൻ ശൈഖോ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളോ അഹമ്മദ് കബീർ റിഫായി തങ്ങളെ പോലെയുള്ള ഈമാൻ കാമിലായവരൊന്നുമല്ല, നമ്മുടെ സ്വഹാബത്തൊന്നുമല്ല. നമ്മൾ ഈമാൻ കുറഞ്ഞ പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാ. അപ്പൊ അതിൻ്റെതായ പോരായ്മ നമ്മുടെ അമലുകൾക്ക് ഉണ്ടാകും. നിങ്ങൾ മുറുകെ പിടിക്കിൻ. ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ചെയ്താൽ സ്വീകരിക്കുവോ? നമ്മുടെ കൽബിൽ ഈമാൻ ഉണ്ടോ? പൂർത്തിയാവും ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ നേട്ടം സമ്പത്ത് വർദ്ധിപ്പിക്കലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ നേട്ടം പറയുന്നു, മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആരെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ഒരൊറ്റ തവണ നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അവന്റെ 99 രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരും. നമ്മളൊന്ന് ആലോചിച്ച്, നമുക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട്? ഷുഗർ ഇല്ലാത്തവരുണ്ട്, കൊളസ്ട്രോള്, അങ്ങനെ തുടങ്ങി കൈവേദന, കാലുവേദന, മൈഗ്രീൻ, അങ്ങനെ തുടങ്ങി സഞ്ചരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ.
സഞ്ചരിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റോറാണ് നമ്മൾ. നമുക്കൊക്കെ രോഗങ്ങളാ. എന്റെ പ്രിയമുള്ളവരെ, ഏത് രോഗമാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ന രോഗമാണ് 99, അത് ശാരീരികമാകാം, അത് മാനസികമാകാം, ഏതുമാകാം. 99 നിന്നെ അലട്ടുന്ന 99 രോഗങ്ങൾക്ക് മരുന്ന് ഒറ്റത്തവണ ലാ ഹൗല പറഞ്ഞാൽ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, 99 രോഗങ്ങൾ. നമ്മളൊക്കെ ഹോസ്പിറ്റൽ കയറി ഇറങ്ങുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഇത് മുറുകെ പിടിക്കാൻ. ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പോകേണ്ട അവസ്ഥ വരൂല. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. അതുപോലെ എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത് മഹാരഥന്മാര് പറയാണ്, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അൽഹംദുലില്ലാ ഒരു വീടുണ്ട്, ഒരു വാഹനമുണ്ട്, അൽഹംദുലില്ലാ സന്തോഷകരമായ ഒരു ഭാര്യ, ഒരു കുഞ്ഞൊരു കുടുംബ ജീവിതമുണ്ട്. എൻ്റെ ഉപ്പയുണ്ട്, ഉമ്മ മരണപ്പെട്ടു പോയി. എൻ്റെ ഉപ്പയുണ്ട്, എനിക്കൊരു അനുജനുണ്ട്. അൽഹംദുലില്ലാ സന്തോഷകരമായ ജീവിതം. എനിക്കൊരു ഹൈറായ ഒരു ജോലി അൽഹംദുലില്ലാ ഉണ്ട്. ഇതൊക്കെ അല്ലാഹ് തന്ന എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ എപ്പോഴും വേണമെങ്കിലും അള്ളാഹു എടുത്തു കളയാം. ആരോടും ചോദിക്കണ്ട, ആരോടും ചോദിക്കണ്ട. ഇപ്പൊ അള്ളാഹു എന്റെ വാഹനം എന്റെ കയ്യിൽ നഷ്ടപ്പെടുത്താണ്, അതിന് അള്ളാഹിന് ആരോട് പെർമിഷൻ വേണ്ട, പെർമിഷൻ വേണ്ട. എന്റെ ഉമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഉമ്മ വഫാത്തായി, എന്നോട് ചോദിച്ചില്ല എന്റെ ഉമ്മയെ ഞാൻ തിരിച്ചു വിളിക്കണം, എന്നോട് പറഞ്ഞില്ല. ഉമ്മയോട് പോലും അനുവാദം ചോദിച്ചിട്ടില്ല. അത് അള്ളാഹും അസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധമാണ്. റൂഹിനെ പിടിച്ചു. അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ഈ ദിക്ർ പതിവാക്കുക. എത്ര വലുത് അനുഗ്രഹമാകട്ടെ ചെറിയ അനുഗ്രഹമാകട്ടെ, അള്ളാഹു നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് മരണം വരെ നമുക്ക് നിലനിന്ന് കിട്ടണമെങ്കിൽ ലാ ഹൗല വലാ ഖുവത പതിവാക്കിൻ അള്ളാഹു നിങ്ങൾക്ക് അത് നിലനിർത്തി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, മറ്റൊരു പ്രശ്നമാണ് കണ്ണേറ്. വലിയ പ്രശ്നമാണ്. നമുക്കൊരു വീട് വെച്ചു, അവന്റെ വീട്, ചില ആളുകളുടെ നാവിന് ബലമുണ്ടെന്നാണ്. കരിമാക്ക് നമ്മൾ പറയും, സിഹിർ, കണ്ണേറ്, വിളിദോഷം, പ്രാക്ക്, ഇതൊന്നും നാലാമത് മഹാരഥന്മാരെ പറയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലി പതിവാക്കുന്നവർക്ക് ഇതൊന്നും നിങ്ങൾ കേൾക്കൂല. ആരെന്തു പറഞ്ഞാലും, സിഹിർ ചെയ്താലും, കണ്ണേറ്, കരിനാക്ക്, വിളിദോഷം, മനംപ്രാക്ക്, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരൂല ലാ ഹൗല പതിവാക്കിയാൽ. അതുപോലെ അഞ്ചാമത്തെ മഹത്വം എന്താണെന്നറിയോ? നമ്മളൊക്കെ സ്വപ്നം കാണും. ഒരു മനുഷ്യ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ ചൊല്ലി കിടക്കയിലേക്ക് കിടക്കുന്നുമ്പാണല്ലോ ചൊല്ലുക. നേരെ കട്ടിലേക്ക് കിടന്നിട്ട് വലതുഭാഗം ചരിഞ്ഞ് കിടക്കേണ്ട രീതിയിൽ കിടന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഇങ്ങനെ ചൊല്ലി 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 അങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തെ അങ്ങ് ചൊല്ലി ഉറങ്ങിപ്പോയി. എന്നാൽ ആ ഉറക്കത്തിൽ അല്ലാഹു നല്ല സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഏത് സ്വപ്നമാണോ അവൻ കണ്ടത്, ഹജ്ജിന് പോകുന്ന സ്വപ്നമാണോ ഉറപ്പായും ഹജ്ജിന് പോയിരിക്കും, ഉംറയ്ക്ക് പോകുന്ന സ്വപ്നമാണോ ഉറപ്പായും ഉംറയ്ക്ക് പോയിരിക്കും. എന്ത് ഹലാലായ സ്വപ്നം അവൻ കണ്ടാലും ഇൻഷാ അല്ലാഹ് അത് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ലാ ഹൗലയുടെ മഹത്വം. ചൊല്ലി ചൊല്ലി കണ്ട സ്വപ്നത്തിന്റെ കാര്യം പറയണേ. ചൊല്ലി ചൊല്ലി ഉറങ്ങി അല്ലാഹ് നല്ല സ്വപ്നം കാണിച്ചു തരും. അത് അല്ലാഹ് പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് മഹാരഥന്മാർ. അതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ റിസ്ക്, ആറാമത് മഹത്തുക്കൾ പറയാണ്. നമ്മുടെ റിസ്ക് ഉണ്ടല്ലോ, റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വെള്ളം, ഇതൊന്നും അള്ളാഹു ചുരുക്കി കളയൂല. ദാരിദ്ര്യം അവന് വരൂല. ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടേണ്ട അവസ്ഥ വരുത്തൂല. സാമ്പത്തികം അള്ളാഹ് കുറയ്ക്കൂല. വീട് നഷ്ടപ്പെടുത്തി കളയൂല. അള്ളാഹു റിസ്കിൽ ചുരുക്കൽ സംഭവിക്കൂല. എപ്പോഴും വിശാലതയായിരിക്കും. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ പതിവാക്കിയാലെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഏഴാമത് മഹാരഥന്മാർ പറയാണ്, നിങ്ങൾ ഈ നാവിനെ ഇങ്ങനെ ചൊല്ലി 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 നാവ് ഇതിലങ്ങ് ലയിച്ചു ചേർന്നു വിചാരിക്കുക. ഇതിങ്ങനെ ചൊല്ലി 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 നാവും നിങ്ങളെ ദിക്റും തമ്മിൽ വലിയ കണക്ഷൻ ആയാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരും. പടച്ചോനെ വീടില്ല, ഉടനടി അള്ളാഹ് അതിന് വഴി തുറന്നു തരും. അള്ളാഹ് പരീക്ഷയാണ്, വിജയം തരണം, അള്ളാഹ് വിജയിപ്പിച്ചു. അള്ളാഹ് മക്കളില്ല, അള്ളാഹ് മക്കളെ തരും. നിങ്ങൾ മുസ്തജാബുദ്ദാഇ എന്ന് പറഞ്ഞ ദുആക്ക് ഇജാബത്തുള്ളയാളായി മാറും. എങ്ങനെ? ഇതിങ്ങനെ ചൊല്ലി 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 ദിക്റിൽ അങ്ങ് അലിഞ്ഞു ചേരുക. നമ്മൾ പറയില്ലേ, ലാ ഹൗലയിൽ നിങ്ങൾ അലിഞ്ഞു ചേർന്നോളി. അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ജീവിതം തന്നെ മാറ്റിമറിക്കും. അതാണ് തഴവ ഉസ്താദ് പറഞ്ഞത്, ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ലോരിക്കലും ചിട്ട തെറ്റി പോകരുതേ,
അലസതയാലൊഴിക്കരുതേ ചൊല്ല് ലാ ഹൗല. ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ലോരിക്കലും ചിട്ട തെറ്റിപ്പോകരുതേ അലസതയാലൊഴിക്കരുതേ. ജീവിതം തന്നെ മാറ്റിമറിക്കും. അള്ളാഹിലേക്ക് കൂടുതൽ നിങ്ങൾ അടിക്കും. അള്ളാഹിലേക്ക് ഒന്ന് നടന്നാൽ അള്ള ഓടിയെടുക്കുന്ന, ഒരു ചാനെടുത്താൽ ഒരു മുഴ അള്ള ഇങ്ങോട്ട് എടുക്കുന്ന. ഇതിനപ്പുറം പിന്നെ എന്താ വേണ്ടേ? ലാ ഹൗല. നിങ്ങൾ മുറുകെ പിടിക്കിൻ, അള്ള നിങ്ങളുടെ കൽബിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ 8ാമത് മഹാരഥന്മാര് പറയുകയാണ്, ഒരാൾ ലാ ഹൗലയെ സ്വപ്നം കണ്ടു. എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നതോ ഒരാൾ ചൊല്ലുന്നതോ ലാ ഹൗല ഒരു മനുഷ്യ സ്വപ്നം കണ്ട ഉറപ്പിക്കുക, അവൻ ഉടൻ തന്നെ കോടീശ്വരനാകും. നമ്മുടെ ഭാഷ പറഞ്ഞ കോടീശ്വരൻ, സമ്പത്ത് അള്ളാഹുവിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. സ്വപ്നം കണ്ടാൽ സമ്പത്ത് വർദ്ധിക്കുമെന്ന് മഹാരഥന്മാർ. 9ാമത് പറയാ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ ലാ ഹൗല ഒന്ന് പതിവാക്കി. ലാ ഹൗല ചൊല്ലിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ നിങ്ങൾ പ്രൊട്ടക്ഷനിലാണ്. അള്ളാഹു സേഫാക്കി നിങ്ങൾ എത്തിക്കും. ഒരു അപകടവും തരൂല. നമ്മുടെ വാഹനങ്ങൾ ഓടിക്കുന്നവരാ, ദിവസേന എത്ര അപകടങ്ങളാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമെന്ന് മഹാരഥന്മാർ. 10ാമത് പറയാണ്, നിങ്ങൾ കടലിന്റെ തിരമാലകൾക്ക് തുല്യം ചെറുപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരും. എത്ര പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരും. 11ാമത് പറഞ്ഞു, ഒരു മനുഷ്യൻ എന്തെങ്കിലും മുറാദ് ഹാസിലാകാനുണ്ട്, മക്കളില്ല, ജോലിയില്ല, പരീക്ഷയാണ്, എന്ത് നിങ്ങൾ കരുതിക്കൊണ്ട് ഓരോ ഫർദ് നിസ്കാര ശേഷം, സുബൈക്ക് ശേഷം, ളുഹറിന് ശേഷം, അസറിന് ശേഷം, മഗ്രിബിന് ശേഷം, ഇശാക്ക് ശേഷം, ഓരോ ഫർദിന് ശേഷവും 11 വട്ടം നിങ്ങൾ ലാ ഹൗല ചൊല്ലിൻ. 1 മിനിറ്റ് പോലും വേണ്ട, ചൊല്ലിക്കോളിൻ. നിങ്ങൾക്ക് അള്ളാഹു എന്തുദ്ദേശിച്ചാലും അള്ളാഹു മാറ്റിത്തരുമെന്ന് മഹാരഥന്മാർ. ഒന്നാലോചിച്ച് നോക്കിയേ എൻ്റെ പ്രിയമുള്ളവരെ, എന്ത് അത്ഭുതത്തിനും ഉതകുന്നതാണ് ലാ ഹൗല എന്ന ലേഹ്യം. തഴവ ഉസ്താദ് പറഞ്ഞത് ലേഹ്യം പോലെ കഴിക്കണം എന്നാണിത്. ലേഹ്യം പോലെ കഴിക്കണം, നിങ്ങൾക്ക് എല്ലാ പ്രശ്നത്തിനും ഇത് പരിഹാരം ഉണ്ടെന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 11 തവണ ഓരോ ഫർദ് നിസ്കാര ശേഷം ചൊല്ലിയാൽ അള്ളാഹു ഭാഗ്യം തരും. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ തുടക്കം സൂചിപ്പിച്ച ഒരൊറ്റ രാത്രി കൊണ്ട് കോടീശ്വരനായ ഒരു മനുഷ്യന്റെ ചരിത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹളറത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറയണം, ആരാ വന്നേന്നറിയോ? ഔഫ് ബിൻ മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന നബിയെ, എൻ്റെ മകൻ സാലിബ് ബിൻ ഔഫ് എന്ന് പറയുന്ന എൻ്റെ മകനെ ശത്രുക്കൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവനാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാം. അവനെ ഒന്ന് തിരിച്ചു കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണം, നിങ്ങളും ദ്വാരക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട, ചൊല്ല് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ഒരൊറ്റ ദിക്ർ മതി, വജ്രായുധമാണിത്. ചൊല്ലിക്കോ. മഹാനായ ഔഫ് ബിൻ മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹു രാത്രിയിൽ തന്റെ ഭാര്യയോട് ഇത് പറഞ്ഞു കൊടുത്തു. അവരിങ്ങനെ ചൊല്ലി 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 പാതിരാത്രി ഇപ്പൊ വാതിൽക്കൽ ആരോ മുട്ടാണ്. പാതിരാത്രി വാതിൽ ആരോ മുട്ടുന്നു. തുറക്കുമ്പോൾ തന്റെ മകൻ സാലിബ് ബിൻ ഔഫ് എന്ന് പറയുന്ന തന്റെ മകൻ, തന്റെ പുറകിൽ 100 കണക്കിന് കുതിരകളും ഒട്ടകങ്ങളും പുറകിലുണ്ട്. വലിയൊരു സമ്പത്തുമായി വന്നിരിക്കുന്നു. മോനെ, എന്താ പറ്റിയത്? പാപ്പാ, അത്ഭുതം തന്നെ, അത്ഭുതം തന്നെ. ശത്രുക്കളോട് ഞാൻ യുദ്ധം ചെയ്തു. എവിടെന്നോ എനിക്കൊരു ശക്തി വന്നു, എവിടെന്നോ ഒരു പവർ എനിക്ക് കിട്ടി. ഞാൻ അവരോട് യുദ്ധം ചെയ്തു, പരാജയപ്പെടുത്തിയത്. അവരുടെ ഗനീമത്ത് സ്വത്താണ്. അവർ എന്നെ പേടിച്ച് ഓടിപ്പോയപ്പോ അവരിൽ നിന്ന് ഞാൻ വാങ്ങിയെടുത്ത സമ്പത്താണ്. ഇലാ ഹളറത്തി റസൂലില്ലാ. ഔഫ് ബിൻ മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഹളറത്തിൽ പോയി കാര്യം പറഞ്ഞു, നബിയേ, ഈ സമ്പത്തുമായി വന്നിരിക്കുകയാണ് എൻ്റെ മോൻ, അത്ഭുതമാണ്. നബി തങ്ങൾ പറഞ്ഞു, നിനക്കുള്ളതാണ്, അത് നിനക്കുള്ളതാണ്. ഒറ്റ രാത്രി കൊണ്ട് ആ മനുഷ്യൻ ലാ ഹൗല പതിവാക്കിയപ്പോൾ തന്റെ മകനിലൂടെ അള്ളാഹു സമ്പത്ത് കൊടുത്തു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കിയേ, നിസ്സാര സമയം മതിയല്ലോ. 1 മിനിറ്റ് തന്നെ എത്ര എണ്ണം ചൊല്ലാൻ കഴിയും? നമുക്കൊന്ന് 11 തവണ ചൊല്ലാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. എല്ലാവരും കൂടെ ചൊല്ലി. അടുക്കള ജോലി ചെയ്യുമ്പോഴായിരിക്കും വീഡിയോ കേൾക്കുന്നത്, വാഹനം ഓടിക്കുമ്പോഴായിരിക്കും വീഡിയോ കേൾക്കുന്നത്. പ്രശ്നമില്ല, ചെറിയ ശുദ്ധിയാകട്ടെ, വലിയ ശുദ്ധിയാകട്ടെ, ഒളു ഉണ്ടാകട്ടെ, ഒളു ഇല്ലായിരിക്കട്ടെ, ഒക്കെ ചൊല്ലിക്കോളിൻ. ഇതൊക്കെ അങ്ങനെ ഒരു തടസ്സമേ ഇല്ല. എല്ലാവരും ആരും മാറി നിൽക്കാതെ ഇൻഷാ അല്ലാഹ് വീഡിയോ കേൾക്കുമ്പോൾ 11 വട്ടം കൽബിൽ തട്ടി, വെറുതെ ഉസ്താദ് ചൊല്ലുന്നു ഞാനും ചൊല്ലുന്നു അങ്ങനെയല്ല, കൽബിൽ തട്ടി ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹു ഭാഗ്യം തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
لا حول ولا قوة إلا بالله العلي العظيم 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 الله സ്വീകരിക്കും ആകട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, കരുണക്കടലായ അല്ലാ, ഈ ചൊല്ലിയ ദിക്റിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ കൊണ്ട് വലയുന്നവരാണ് റബ്ബേ. അല്ലാഹുവേ, ഈ പുണ്യമാക്കപ്പെട്ട ദിക്റിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, ജോലിയില്ലാത്തവരുണ്ട്, ഇണകളെ കിട്ടാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട് റബ്ബേ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ വിഷമം അനുഭവിക്കുന്നവരാണോ, നീ ദിക്റിന്റെ മഹത്വം കൊണ്ട് പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. അല്ലാഹുവേ, ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ഈ ദിക്റിന്റെ മഹത്വം കൊണ്ട് നീ പരിഹരിച്ചു തരണേ അല്ലാ. നിന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും മുഹിബ്ബീങ്ങളിലും മുസ്തജാബു ദാഇകളിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഉള്ളിൽ നിന്നുകൊണ്ട് നിന്നോട് യാചിക്കുന്നു റഹ്മാനെ, ഈ കേൾക്കലും പറയലുമെല്ലാം, ഈ പ്രവർത്തനങ്ങളുമെല്ലാം നിന്റെ സ്വീകാര്യത കിട്ടുന്ന പ്രവർത്തനമാക്കണേ അല്ലാ. ഞങ്ങളെ ഇസ്സത്തിലാക്കണം പടച്ചോനെ, നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് മഹത്വമുണ്ട്. ഇൻഷാ അല്ലാഹ് വരും വീഡിയോകളിലൊക്കെ നമുക്കത് പഠിക്കാം. ഇതുപോലെ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇതുപോലെ നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇൻഷാ അല്ലാഹ് ബദറും തീരം ഒഫീഷ്യൽ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അല്ലാഹ് സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.